സന്ദേശമുണ്ട്. അത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മരണം കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മുടെ ജീവിതം, മറിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് നമ്മുടെ ജീവിതം. നാം ഈ ലോകത്ത് നോക്കിയാൽ അനേകം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. യുദ്ധങ്ങൾ, കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നു, അപ്പം തന്നെ മക്കളെ ദുഷ്ട കണ്ണുകൊണ്ട് കാണുന്നു. താൽക്കാലിക സുഖത്തിനു വേണ്ടി അമ്മ തന്റെ മക്കളെ മൃഗീയമായി കൊല്ലുന്നു, സഹോദരൻ സഹോദരനെ കൊല്ലുന്നു. അങ്ങനെ കൊലയും കൊലവിളിയും എന്തു വേണ്ട, മനുഷ്യ ജീവിതം തകർച്ചയുടെ അവസ്ഥയിലേക്ക് മൂക്കുകുത്തിക്കൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയിലാണ് നാമും നിങ്ങളുമായിരിക്കുന്നത്. മനുഷ്യർ സമാധാനം ലഭിക്കേണ്ടതിന് മദ്യപിക്കുന്നു, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. എന്നാൽ ഇതൊക്കെ ഉപയോഗിച്ച് അവർ അബോധാവസ്ഥയിലായി ദുഷ്ടപ്രവൃത്തിയിൽ കാണിക്കുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, നമുക്ക് സമാധാനം നൽകാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ലോക സ്നേഹത്തിന് ഒരു പരിധിയുണ്ട്. എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചത് തന്റെ അവസാനത്തിന്റെ രക്തം നമുക്കായി ചൊരിഞ്ഞിട്ടാണ്. നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തവരെയും സ്നേഹിച്ചും ശത്രുക്കളെ സ്നേഹിച്ചും ഉപദ്രവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ആ ദൈവ സ്നേഹം നമ്മിലേക്ക് പകർന്നു വന്നു. മരണമാകുന്ന കവാടത്തിൽ നാം ചെല്ലുമ്പോൾ രണ്ടു വഴികൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. ഒന്ന് നിത്യനരകം, രണ്ട് നിത്യസ്വർഗം. സ്നേഹിത, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കപ്പെട്ട സകല മനുഷ്യരും നിത്യനരകത്തിൽ പോകും. എന്നാൽ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പോരുന്ന ഈ കാലയളവിൽ ഇതുപോലെയുള്ള സുവിശേഷ സന്ദേശം കേട്ട് ഞാൻ പാപിയാണെന്നും യേശു ക്രിസ്തു എന്നെ രക്ഷിക്കാനാണ് ഈ ലോകത്തിൽ വന്നതെന്നും യേശു ക്രിസ്തു എന്റെ രക്ഷിതാവാണ് എന്നും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് യേശു പറഞ്ഞ് ഇനിയുള്ള നാളുകളിൽ യേശു ക്രിസ്തു ഞാൻ ജീവിക്കാമെന്നും മരണത്തിനപ്പുറമുള്ള നിത്യ നരകത്തിൽ നിന്ന് എന്റെ കര കയറ്റണമേ എന്നും പ്രാർത്ഥനയോടും ഒരു സമർപ്പണത്തോടും കൂടെ എന്റെ ശ്രോതാക്കളാകുന്നുവെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ താങ്കളുടെ പാപക്കറകളെ കഴുകി ഒരു ദൈവ പൈതലാക്കി മാറ്റുവാനും താങ്കൾ അനുഭവിക്കുന്ന മരണയാത്രയിൽ നിന്നും അസമാധാനത്തിന്റെ കോട്ടയിൽ നിന്നും വിടുവിക്കാനും ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന് കഴിയും. ഇതാണ് സുവിശേഷം. ബൈബിളിൽ പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ആയതിനാൽ എന്റെ എല്ലാ ശ്രോതാക്കളെയും യേശു ക്രിസ്തുവിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടും ലഹരി ഒരു മോഹമാണെന്നും അതിന് അവസാന തൃപ്തി ശൂന്യമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് മോചിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ടും എന്റെ എല്ലാ ശ്രോതാക്കളെയും യേശു ക്രിസ്തുവിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടും ഞാൻ എന്റെ പ്രസംഗം നിരവധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.